കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗം വന്ന സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും പഠിക്കുന്നവരുന്ന പ്രിയപ്പെട്ടവരേക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന പഠനത്തിനായി നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ദാനിയേൽ പുസ്തകം 5-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം വരെ നെബൂഖദ്നേസറിൻ്റെ കാര്യം പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബേൽശസ്സറാണ് അടുത്ത ഭരണാധികാരിയെ കാണുന്നത്. നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ ചില ആളുകൾ 2 വർഷം ചില മാസങ്ങളൊക്കെ ഭരിച്ചു. അവസാനം നെബൂഖദ്നേസർ രാജാവിൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട എന്ന് പറയപ്പെടുന്ന നെബൂഖദ്നേസർ എന്ന് പറയുന്ന അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ബേൽശസ്സർ. നെബൂഖദ്നേസർ അധികാരത്തിൽ വന്നാലും ബാബിലോണിലല്ല അദ്ദേഹം താമസിച്ചിരുന്നത്, മറ്റൊരു സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇവിടെ രണ്ടാമനായി ബേൽശസ്സറിനെ വാഴിച്ചിട്ട് ബേൽശസ്സറായിരുന്നു ഇവിടുത്തെ സകല കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ബേൽശസ്സർ എന്ന് പറയുന്ന രാജാവിൻ്റെ കാര്യം കൂടെ കൂടെ പറയാനുള്ള കാരണം, എടുത്തു പറയാനുള്ള കാരണം നെബൂഖദ്നേസർ അല്ലായിരുന്നു. ബേൽശസ്സറിൻ്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ രാജ്യം പതുക്കെ പതുക്കെ ശുഷ്കിച്ചു തുടങ്ങി, പവറൊക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം വലിയൊരു വിരുന്ന് നടത്തുന്നു, ഒരു പാർട്ടി നടത്തുന്നു. 1000 മഹത്തുക്കളെ കൂട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, വെപ്പാട്ടികൾ ഇതെല്ലാവരും കൂടി ചേർന്ന് വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്നു. വീഞ്ഞു കുടിക്കുമ്പോൾ ആളുകളെ അയച്ച് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ പൊൻപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി അതിൻ്റെ അകത്ത് വീഞ്ഞൊഴിച്ച് കുടിച്ച് അവരെ മുൻപിൽ വിവിധ ലോഹങ്ങൾ കൊണ്ട് പണിതുണ്ടാക്കിയ ബിംബങ്ങൾ അതിന് മുമ്പിൽ കിടന്ന് ആരാധനയും സ്തുതിയും എന്നൊക്കെ പറഞ്ഞ് ചാടി മറിയുകയാണ്. ആലയത്തിലെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമാണ്. അത് വിശുദ്ധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ആലയത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ്. അത് വല്യപ്പച്ചൻ എടുത്തുകൊണ്ട് പോയി അത് ക്ഷേത്രങ്ങളിൽ കൊണ്ട് വെച്ചിരുന്നു. ഇപ്പം ഇദ്ദേഹം അതെടുത്ത് അതിനകത്ത് വീഞ്ഞൊഴിച്ച് ഭാര്യമാരും വെപ്പാട്ടികളും അദ്ദേഹം എല്ലാം കുടിച്ച് സന്തോഷിക്കുകയാണ്. ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെള്ള തേച്ച ചുവരിൽ ലൈറ്റിന് അഭിമുഖമായി ഒരു കൈ പതിക്കുകയും ആ കൈ കൊണ്ട് ചില കാര്യങ്ങൾ എഴുതിയതായി കണ്ടു. വീഞ്ഞു കുടിച്ച് നന്നായിട്ട്, നമുക്കറിയാം, വീഞ്ഞു കുടിച്ച് നല്ല അതിൻ്റെ നിലയിൽ പോകുമ്പോൾ ഈ ഭിത്തിയിൽ കണ്ട കൈയെഴുത്ത് തന്നെ അസ്വസ്ഥനാക്കി. തനിക്കത് വായിക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ ഇത് കണ്ടപ്പോൾ ഒരു കരം വരുന്നതും പ്രത്യക്ഷപ്പെടുന്നു. ആ കരം എഴുതി കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതെന്താണെന്നോ പുള്ളിക്ക് അറിയത്തില്ലെങ്കിലും അവിടെ വായിക്കുന്ന തൻ്റെ മുഖഭാവം മാറി.
അരയിലെ ഏപ്പുകൾ ആടാൻ തുടങ്ങി, കാലുകൾ കുഴയുവാൻ തുടങ്ങി. അവിടെ കടന്ന് അലറിക്കീറി ശകുനവാദികളെയും മന്ത്രവാദികളെയും കൽദേക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അവരെ വിളിച്ചു വരുത്തി അവരെ രാജാവ് കണ്ട മുറിക്കകത്തേക്ക് അവരെ കൊണ്ടുപോയി ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന പ്രത്യക്ഷപ്പെട്ട അത് കാണിച്ചു. രാജാവ് ചില ഓഫർ കൊടുത്തു. ഇത് നന്നായി വായിച്ച് വ്യാഖ്യാനിച്ച് പറയുന്നവന് രാജ്യത്തെ മൂന്നാമനായി വാഴിക്കുമെന്നും ധാരാളം സമ്മാനങ്ങൾ നൽകുമെന്നൊക്കെ പറഞ്ഞു. ആളുകൾ ആർത്തിയോടെ അതിനകത്ത് പ്രവേശിച്ചു. അതോ എഴുതിയിരിക്കുന്ന വായിക്കാനോ അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള രാജാവിൻ്റെയും മഹത്തുക്കളുടെയും നിർബന്ധപ്രകാരം രാജ്ഞിയെ വിളിച്ചു വരുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അങ്ങനൊരു ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. നമുക്കതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ലോകപ്രകാരം ഒരു സൈഡിലൂടെ രാജ്യം ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതു സമയവും രാജ്യം പിടിക്കപ്പെടും. ഈ നിലയിലുള്ളതായ ഒരവസ്ഥയിൽ കൂടെ പോകുമ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറ്റുവാൻ വേണ്ടി ഈ നിലയിലേക്ക് താൻ നീങ്ങുകയാണ്. ഇത് ഈ ലോകത്തിൽ കാണുന്ന, ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാഴ്ചയാണിത്. ആളുകൾക്ക് ജീവിതത്തിൽ ചലഞ്ചസും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ കണ്ടെത്തുന്ന മാർഗമാണ് അവർ ചിന്തകളും വിചാരങ്ങളുമെല്ലാം മറ്റ് നിലകളിലേക്ക് തിരിച്ചുവിടുക. അത് സുഖഭോഗമായാലും കൊള്ളാം, ഏത് നിലയിലായാലും കൊള്ളാം, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചുമോ ഉള്ളതായ അനുഭവങ്ങളിലേക്ക് അവർ തിരിച്ചുവിടുകയാണ്. അത് ഈ കാലഘട്ടത്തിലുമുണ്ട്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവന് ജീവിതം തകർക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പം ആ ഒരു നിലയിലാണ് ബേൽശസ്സർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവും ആ ഭിത്തിയിലൊന്ന് എഴുതി കാണിക്കുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ രീതിയിൽ മനുഷ്യനുമായി ആശയവിനിമയം നടത്തുവാൻ ദൈവത്തിന് കഴിയും എന്നൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാജാവ് കൈകൊണ്ട് എഴുതിയ ആ ഭാഗം കണ്ടു. ചുവരിലെ എഴുത്ത് അദ്ദേഹം കണ്ടു കഴിഞ്ഞു. പക്ഷെ അത് വായിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഒരു ഭീതികരമാകുന്ന അനുഭവങ്ങളിലേക്ക് അത് നീങ്ങി എന്ന് നമുക്ക് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ചുവരിലെ മേലെടുത്ത് വായിക്കുവാൻ വേണ്ടി ശകുനവാദികളെയും മന്ത്രവാദികളെയും കൽദേക്കാരെയൊക്കെ കൊണ്ടുവന്നു. അവർക്കൊക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും രാജാവിൻ്റെ മുഖഭാഗം മാറി, ഏപ്പുകൾ ആടാൻ തുടങ്ങി, ആകപ്പാടെ കുഴയാൻ തുടങ്ങി. ഈ കൈപ്പേറിയ അയാൾക്കെതിരെയുള്ള വളരെ കൈപ്പേറിയ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവകോപത്തിൻ്റെ തീ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നതിനാൽ അത് വായിക്കുവാൻ കഴിയുന്നതായി സാധിക്കുന്നില്ല. ഈ വന്ന ശകുനവാദികൾ, മന്ത്രവാദികൾ
അവർക്കിത് വായിക്കാനോ ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. വലിയ ഓഫർ കൊടുത്തു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. ഇനി നമുക്ക് അതിൻ്റെ 10 മുതൽ 12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വാക്യങ്ങൾ. രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്കു ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും അരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബേൽഷസർ എന്ന് പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢവാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കുകയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദേർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കുമെന്ന് ഉണർത്തിച്ചു. അങ്ങനെ അവർ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എന്റെ അപ്പനായ രാജാവ് യഹൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയോ? ദേവന്മാരുടെ സിസ്റ്റർ, ഇവിടെ രാജ്ഞിയെ ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രാജ്ഞി ആരാണെന്ന് വാസ്തവത്തിൽ അറിയത്തില്ല, കൃത്യമായി പറയാൻ കഴിയത്തില്ല. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ബേൽഷസ്സറിൻ്റെ അമ്മയാകാം, അമ്മയും നെബൂഖദ്നേസറിൻ്റെ മകളുമായിരിക്കാം ഇത് എന്ന് പറയപ്പെടുന്നു. ഈ രാജ്ഞി വന്നിട്ട് വളരെ കാര്യമായിട്ട് ദാനിയേലിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ പറയപ്പെട്ട വേദഭാഗം മുഴുവൻ ദാനിയേലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണത്. നിങ്ങളുടെ രാജ്യത്തുള്ള ഒരു മനുഷ്യനുണ്ട്, ചുവരിലെ എഴുത്ത് ബേൽഷസ്സറിന് വിശദീകരിച്ച് കൊടുക്കാൻ ജ്ഞാനികളെ വിളിച്ചപ്പോൾ ദാനിയേലിനെ വിളിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് പല ഊഹാഭോഗങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ദാനിയേൽ പ്രായം ചെന്നിരിക്കാം, ഇല്ലെങ്കിൽ ദാനിയേൽ നെബൂഖദ്നേസറിന്റെ കാലഘട്ടം വരെ നന്നായി കൊട്ടാരത്തിലും മറ്റും നന്നായി സേവ ചെയ്തെന്നും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ വളരെ ആക്റ്റീവ് അല്ലാതെ ചെറിയ ഒരു ഗവൺമെൻറ് ലെവലിൽ ജോലി ചെയ്തു പോന്നിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറിയാതെ പോയെന്നും ഇദ്ദേഹത്തെ വിളിക്കാതെ പോയതിന് കാരണം ഗവൺമെൻറ്റിൽ നിന്ന് പതുക്കെ റിട്ടയർ ആകാനുള്ള സമയമായി. അതുകൊണ്ട് നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിലുള്ളതായ ഒരു പവറോ ഒരു പ്രശസ്തിയോ ഒന്നും ദാനിയേലിന് ഇല്ലാതെ പോയി എന്ന് പറയപ്പെടുന്നവരുണ്ട്. എന്തായാലും ശരി, എല്ലാവരാലും നോക്കിയിട്ട് ആർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കാനോ വായിക്കാനോ കഴിവില്ലാതിരുന്നപ്പോൾ ഈ രാജ്ഞി വരുന്നു, ദാനിയേൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബേൽഷസ്സർ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരിക്കാം. കാരണം ഉണ്ടായിരുന്നു എങ്കിൽ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ 2 പ്രാവശ്യം സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിളിപ്പിക്കേണ്ടതാണ്. രാജ്ഞി വന്ന ശേഷമാണ് ദാനിയേലിനെ കുറിച്ച് അവിടെ പറയുന്നത്. അവിടെ എടുത്തു പറയുന്നത്, നെബൂഖദ്നേസർ, നിന്റെ പിതാവായ നെബൂഖദ്നേസർ തന്നെ ബേൽഷസ്സർ എന്ന് പേരിട്ട ദാനിയേൽ. രാജ്ഞി ദാനിയേലിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്
നെബൂഖദ്നേസർ രാജാവ് അവൻ്റെ രാജ്യത്തിലെ ദേവന്മാരെ ഓർമ്മിപ്പിക്കുന്ന ബേൽസസർ എന്നല്ല വിളിച്ചത്, ദാനിയേൽ എന്ന് പറയുന്ന പുരുഷൻ. എന്ന് പറഞ്ഞാൽ അവൻ്റെ യഹൂദ നാമത്തിലാണ് അവനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ പശ്ചാത്തലത്തെയും ഒക്കെ ആദരിച്ചുകൊണ്ടാണ് ഈ രാജ്ഞി ദാനിയേൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രാജ്ഞി പറയുമ്പോഴെല്ലാം പറയുന്ന ഇതിൻ്റെ അകത്ത് പല ഭാഗത്തും മുൻ അധ്യായങ്ങളിലൊക്കെ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ നെബൂഖദ്നേസർ രാജാവിനെ ദാനിയേൽ നോക്കി പറയുന്നൊരു കാര്യം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്. അത് തന്നെയാണ് രാജ്ഞി ഇവിടെ പറയുന്നു, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ രാജ്യത്തും മന്ത്രവാദങ്ങളിലൂടെയും ജ്ഞാനത്തിലൂടെയും ശകുനവാദികളായി കൽദയരായ കുറേ ഗ്രൂപ്പുകളുണ്ട്. അവർ ആലോചന ഗ്രൂപ്പാണ്, വ്യാഖ്യാനിക്കുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. അവരെക്കുറിച്ചൊന്നും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് അവരിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ദാനിയേലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നുണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ പ്രവാസത്തിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും അവന് ഒരു ഐഡൻറ്റിറ്റി അവനുണ്ട്, അവനിൽ വസിക്കുന്ന ആത്മാവിനെക്കുറിച്ച്. അവൻ്റെ ഐഡൻറ്റിറ്റിയാണ് വിശുദ്ധ ദേവന്മാർ അവനിൽ വസിക്കുന്നു, അവരുടെ ആത്മാവുണ്ട് എന്നൊരു ഐഡൻറ്റിറ്റി. പ്രവാസത്തിലാണ് കഴിയുന്നത്. പ്രവാസത്തിൽ കഴിയുമ്പോഴും അവൻ യഹോവയുടെ നാമം മുറുകെ പിടിച്ചിരുന്നത് കൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടും അവൻ്റെ ഐഡൻറ്റിറ്റി അന്യരാജ്യത്ത് ചെന്നപ്പോഴും വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും അവൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടില്ല. അവൻ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ, പ്രാർത്ഥിക്കുന്ന ഒരുവനാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുണ്ട്. നമ്മുടെ പിതാക്കന്മാരും മാതാക്കളുമൊക്കെ എവിടെ പോയി പാർത്താലും എവിടെയായിരുന്നാലും അവരവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചിരുന്നു. അവർ ദൈവമകനാണ്, ദൈവമകളാണ് എന്ന് ഒരു ഐഡൻറ്റിറ്റി അവർ സൂക്ഷിച്ചിരുന്നു. അവരുടെ വാക്കുകളിലൂടെയും അവരുടെ വേഷവിധാനങ്ങളിലൂടെയും അവരുടേതായിരിക്കുന്ന ശൈലിയിലൂടെയും ഒക്കെ അവർ വെളിപ്പെടുത്തിയിരുന്നു അവരിൽ വസിക്കുന്ന ആത്മാവ് ഏതാണെന്നും അവർ ആരാണെന്നും നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും വെളിപ്പെടുത്തിയിരുന്നു. ആ നിലയിലാണ് അവർ ജീവിച്ചത്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടേണ്ടി വന്നാലും, നിന്ദിക്കപ്പെടേണ്ടി വന്നാലും, ആക്ഷേപിക്കപ്പെടേണ്ടി വന്നാലും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തിയ മാർഗത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിരുന്നു. അവർ അവരുടെ ഐഡൻറ്റിറ്റി മരിക്കുന്നിടം വരെ സൂക്ഷിച്ചിരുന്നു. അത് തന്നെ ദാനിയേൽ ഇവിടെ ചെയ്തേക്കുന്നത്. മറ്റൊരു കാര്യം, അവിടെ എത്രയോ ശകുനവാദികൾ, മന്ത്രവാദികൾ, കൽദയക്കാർ, മിടുക്കന്മാരൊക്കെയുണ്ട്. പക്ഷെങ്കിൽ അവർക്കാർക്കും ചെയ്യുവാൻ കഴിയാത്തൊരു കാര്യത്തിലേക്ക് ദാനിയേലിനെ ജനം വന്ന് ആനയിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ടച്ച് ചെയ്ത് പറഞ്ഞായിരുന്നു. ഏത് കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ, ഒരമ്മയെ, ഒരപ്പനെ
ഒരു സഹോദരനെ ലോകത്തിനാവശ്യമാണ്. അത് ഏത് കാലഘട്ടം എടുത്ത് നോക്കിക്കോ, ഏത് കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതനെ ലോകത്തിന് വേണം, ലോകത്തിന് ആവശ്യമാണ്. അവൻ പ്രവാസത്തിൽ പോയാലും, അന്യഭാഷക്കാരുടെ ഇടയിൽ പോയി ജീവിച്ചാലും, അന്യ കൾച്ചറും ജാതികളുമായിരിക്കുന്നതിനിടയിൽ പോയി പാർത്താലും, അവരുടെ സാന്നിധ്യവും സാമീപ്യവും അവരുടെ സഹായവും ലോകത്തിന്, ലോക മനുഷ്യന് ആവശ്യമായിരുന്നു എന്ന് ഈ വേദഭാഗങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട്. ലോകത്തിന് ആവശ്യമാണ്, ലോകത്തിലെ ജനത്തിനാവശ്യമാണ്. ഇവിടെ നോക്കണം, അത്രയും പേരുണ്ടായിട്ടും അവരെ ആരും ലോകത്തിന് വേണ്ട. ലോക സാമ്രാജ്യങ്ങൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സാമ്രാജ്യ ശക്തി, ധാരാളം യുദ്ധസന്നാഹങ്ങളും സൈന്യങ്ങളും പിടിച്ചെടുക്കപ്പെട്ടവരും അനേക രാജ്യങ്ങൾ കീഴടക്കിയവരും ഒക്കെയുണ്ട്. അവരെയല്ല ആ കാലഘട്ടത്തിൽ അവിടുത്തെ ജനത്തിനാവശ്യം, ലോക മനുഷ്യർക്ക് ആവശ്യം പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മൾ ലോകത്തിന് വേണം. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ ലോകത്തിന് വേണം. അതുകൊണ്ടാണ് നമുക്ക് എത്രയോ പേരുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ. വിശ്വാസികളല്ല, അവിശ്വാസികളായിരിക്കുന്ന ജനങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവരുടെ ആ വലിയ പ്രതിസന്ധിയുടെ മൂർധന്യ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വെളിച്ചം പകരുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് കാണണം, പ്രാർത്ഥിക്കുന്നവരോട് ഇതൊന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും. ആ അതൊന്ന് പ്രാർത്ഥിച്ചാൽ അത് ഞങ്ങൾക്ക് വിടുതലായിരിക്കുമെന്ന് ചിന്തിക്കുകയും ആ നിലയിൽ ചെയ്യുന്നൊരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഡിമാൻഡ് ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞില്ല, ലോകത്തിന് കുറയത്തില്ല. ലോകത്തിനൊരു പക്ഷെ അറിയത്തില്ല ആരാ പ്രാർത്ഥിക്കുന്നവരെന്ന്. ലോകത്തിലുള്ള ദൈവജനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും പുറമേ ചിലത് കാണിക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി വ്യഗ്രത കാട്ടുമ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിലും ശരി പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഏത് കാലഘട്ടത്തിലും ലോക മനുഷ്യർക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ലോക മനുഷ്യനാകുന്ന അവനെ വേൽസസ്തറിന് ഇഷ്ടം പോലെ സൈന്യങ്ങളുണ്ട്, യുദ്ധതന്ത്രമുണ്ട്, ഇഷ്ടം പോലെ 1000 മഹത്തുക്കൾ തന്നെ കൂടിയിട്ടുണ്ട്. ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഒന്നും ലോകത്തിന് വേണ്ട, അവർക്ക് വേണ്ട, അവർക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെയാണ്. നോക്കണം, ആ രാജ്ഞി അവനെക്കുറിച്ച്, ആ ദാനിയേലിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ വെറും രാജ്ഞിയായിരിക്കുന്നവർ പറയുന്ന വാക്യം, സാക്ഷ്യം, അത് വളരെ വിലപ്പെട്ടതാണ്. ലോക മനുഷ്യൻ ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അത് വലുതാണ്, അത് ഏറ്റവും ഉന്നതമാകുന്ന കാര്യമാണ്. ഇനി നമുക്ക് 13 മുതൽ 16 വാക്യങ്ങളിലേക്ക് പോകാം. Verses 13 to 16. അങ്ങനെ അവർ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എന്റെ അപ്പനായ രാജാവ് യഹൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയോ? ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നു എന്നും ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എൻ്റെ മുമ്പാകെ വരുത്തിയിരുന്നു. എങ്കിലും
കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. 16 വേണോ പാസ്റ്ററെ? 16. എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും. മതി. ഇവിടെ ബേൽശസ്സറിന്റെ അടുക്കൽ കൊണ്ടുവന്നു ദാനിയേലിനെ. എല്ലാം നന്നായി തോന്നുമ്പോൾ, എന്ന് പറഞ്ഞാൽ 1000 മഹത്തുക്കളെ കൂട്ടി ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ഒരു പാർട്ടിയൊക്കെ നടത്തി ആ രാജ്യത്തിലെ ദേവീദേവന്മാരുടെ മുൻപാകെ അവരുടെ ആഘോഷപ്രകാരം സന്തോഷിക്കുമ്പോൾ, അത് നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ കൂട്ടത്തിൽ ബേൽശസ്സർ ചെയ്തത് ദൈവത്തെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും പരിഹസിക്കുകയും അവരെ അവഗണിക്കപ്പെടുകയും അവരെ മാക്സിമം മറയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെ വാസ്തവത്തിൽ ദൈവത്തെ പരിഹസിക്കുകയായിരുന്നു. എങ്ങനെ? ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് വെച്ചിരുന്ന പാത്രം അത് ഇവിടെ കൊണ്ടുവന്ന് അവന് നന്നായിട്ടറിയാം ഇത് അവിടുന്ന് കൊണ്ടുവന്നാണെന്നറിയാം. അതവൻ ഉപയോഗിച്ചത് വീഞ്ഞ് അതിനകത്ത് ഒഴിച്ച് കുടിച്ച് സന്തോഷിക്കുവാൻ, അവന് ദേവീദേവന്മാരുടെ മുമ്പാകെ തുള്ളി സ്തുതിക്കുവാൻ ആ പാത്രം ഉപയോഗിച്ചതിലൂടെ ദൈവത്തെ അവൻ വാസ്തവത്തിൽ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. 2, ദാനിയേലിനെ പോലെയുള്ള അനേകർ അവിടെ ഉണ്ട്. നെബൂഖദ്നേസർ കാലഘട്ടത്തിൽ ദാനിയേൽ ആരായിരുന്നു എന്ന് ലോകം അറിയുന്ന നിലയിലേക്ക് നീങ്ങിയിരുന്നു. ഈ നിലയിലേക്ക് ഉള്ളപ്പോൾ തന്നെ വാസ്തവത്തിൽ അവയെ അവഗണിക്കുന്നതും പരിഹസിക്കുന്നതുമായ നിലയിലുള്ളതായ ഒരു പ്രവർത്തനമായിരുന്നു ബേൽശസ്സറിൻ്റെത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ ഗൗരവമേറിയ ഒരു സന്ദേശം എഴുതിയപ്പോൾ പരിഭ്രാന്തരായ ലോക ജനത തേടിയത് ദൈവാത്മാവുള്ളവന് വേണ്ടി തേടുക മാത്രമല്ല, അതിനുവേണ്ടി നിലവിളിച്ചതായി കാണുന്നുണ്ട്. ദൈവത്തെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും അവഗണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് അതിൽ ഉന്മാദമുള്ളവരായി സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ആ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ട ചിലത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും പരിഭ്രാന്തരായി ലോകം, എല്ലാം പരിഭ്രാന്തരായി. അവർ ദൈവാത്മാവുള്ളവനായി നിലവിളിക്കുവാൻ തുടങ്ങി. ലോകത്തിലെ വലിയ സാമ്രാജ്യ ശക്തി, ധാരാളം സൈന്യങ്ങൾ, ശക്തിയുള്ളവർ, സകല മഹത്വവും ഉള്ളപ്പോൾ ദൈവിക കരത്തിൻ്റെ മുൻപിൽ ലോകത്തോട് രക്ഷിക്കുവാൻ നിലവിളിച്ചെങ്കിലും ലോകത്തിന് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവസാനം ലോക ജനത നിലവിളിച്ച് ഓടിയെത്തിയത് പ്രാർത്ഥിക്കുന്ന ദൈവപുരുഷന് മുൻപിൽ, അഥവാ ദൈവാത്മാവുള്ള പുരുഷന്റെ മുൻപിൽ ലോകം എത്തിച്ചേർന്നു. ഇന്ന് രാത്രി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ലോകത്തിലുള്ളത് നമ്മളെ ആരെല്ലാം അവഗണിച്ചാലും നമ്മളെ നിരസിച്ചാലും ശരി, ആമീൻ, അവരുടെ വിഷയങ്ങളുടെ മുൻപിൽ ആമീൻ ലോകത്തിന് അവരെ സഹായിപ്പാൻ കഴിയത്തില്ല. ലോക സഹായങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർക്ക് സഹായിപ്പാൻ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ അവരെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിലവിളിച്ചെത്തിയത് ദൈവാത്മാവ് പ്രാപിച്ചവൻ്റെ മുൻപിലാണ്. അതുകൊണ്ട് മുമ്പേ ഞാൻ പറഞ്ഞത്, ഏത് കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ ലോകത്തിന് വേണം. ഇവിടെ വായിക്കണം, മനസ്സിലാക്കണം. നിലവിളിച്ചു.
ദൈവാത്മാവ് പ്രാപിച്ചവന്റെ മുൻപിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അട്ടഹസിച്ചവർ, പരിഹസിച്ചവർ, ആക്ഷേപിച്ചവർ ദൈവത്തിൻ്റെ കരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അവർക്ക് നിൽക്കുവാൻ നിവൃത്തിയില്ലാത്തവരായി തീർന്നപ്പോൾ അവർ ഓടിയെത്തിയത് ദൈവാത്മാവ് പ്രാപിച്ച മനുഷ്യന്റെ മുൻപാകെയാണ്. ചോദിക്കും, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ബേൽശസ്സർ ദാനിയേലിനെ സ്വയം വിളിച്ചു വരുത്തുവാൻ വിചാരിച്ചതല്ല. അത് ദാനിയേലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അധികമില്ലെങ്കിലും ശരി, ഈ രാജ്ഞിയിലൂടെ അതറിയുകയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നതായി നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിന് 17 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 17 മുതൽ 23 വാക്യങ്ങൾ. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിനും രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോട് വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായപ്പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായനായി തീർന്നു. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോട് കൂടെയായിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റി മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവന്റെ മകനായ ബേൽശസ്സറേ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്ന് തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശം ഉള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. മതിയോ പാസ്റ്റർ? മതി. ഇവിടെ ദാനിയേൽ പറയുന്നു, ദാനിയേലിന് വേണ്ടി ചില സമ്മാനങ്ങൾ നീട്ടുന്നു. ആ 16-ാം വാക്യം അവസാനം പറയുന്നത്, ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിന് 3-ാമനായി വാഴും. ദാനിയേൽ പറയുന്നു, രാജസന്നിധിയിൽ ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തരും കൊടുക്കട്ടെ. പക്ഷെ ഞാൻ എഴുത്തു വായിച്ച് അർത്ഥം പറഞ്ഞുതരാം. ദാനിയേലിനറിയാം, ഈ ബാബിലോൺ മേലങ്കിയും ബാബിലോണ്യമായിരിക്കുന്ന എല്ലാം എനിക്ക് യോജിച്ചതല്ലെന്ന് ദാനിയേൽ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഇത് ബാബിലോണ്യമാണ്. ബാബിലോണ്യ മേലങ്കികളും ബാബിലോണ്യമാകുന്ന അനുഭവങ്ങളും മാലകളുമെല്ലാം അത് ബാബിലോണ്യമാണെന്നും അത് യഹൂദനായ എനിക്ക് ചേരത്തില്ലെന്നും ദാനിയേൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഓരോരുത്തർ കൊടുത്തോ, എനിക്കതൊന്നും വേണ്ട. ഇതാണ് സാക്ഷാൽ ദൈവാത്മ പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ തീരുമാനം. എന്നിട്ട് നെബൂഖദ്നേസറിനോട് മോശമായി ചില കാര്യങ്ങൾ ഒരിക്കൽ നെബൂഖദ്നേസർ ബന്ധത്തിൽ അതിൽ 4-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ചുള്ള ദർശനം സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയേൽ അസ്വസ്ഥനായി തീർന്നു. കാരണം ദാനിയേൽ അങ്ങനെ മനസ്സിലായി ഇത് സംഭവിക്കാൻ പോകുന്ന നെബൂഖദ്നേസറുടെ ജീവിതത്തിലാണെന്നും അത് അവർക്ക് സംഭവിക്കല്ലേ എന്നൊരു ചിന്താഗതി ദാനിയേൽ ഉണ്ടായിരുന്നു. കാരണം ദാനിയേൽ നെബൂഖദ്നേസറുമായി അത്ര അടുപ്പത്തിലായിരുന്നു. എന്നാൽ ആ സ്ഥിതിയല്ല ഇവിടെ.
നെബൂഖദ്നേസറിന്റെ പിൻഗാമിയായിരുന്ന ബെൽശസ്സറിനോട് ബന്ധത്തിൽ ദാനിയേൽ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ, സ്വപ്നമല്ല, ഈ എഴുത്ത് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ നെബൂഖദ്നേസറിനുണ്ടായതായ ഒരു മതിപ്പും കാര്യങ്ങളൊന്നും ദാനിയേലിനില്ല. 22-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മകനായ ബേൽശസ്സർ ഇതെല്ലാം നിനക്ക് അറിയാമായിരുന്നിട്ടും നീ നിന്റെ ഹൃദയത്തെ താഴ്ത്തിയില്ല. അതിന് 17 മുതൽ 21 വരെ വാക്യങ്ങൾ തൻ്റെ പിതാവായ നെബൂഖദ്നേസർ, വല്യപ്പച്ചനായ നെബൂഖദ്നേസർ ഉണ്ടായ അനുഭവങ്ങൾ വിശദീകരിച്ചു. ഇതെല്ലാം ഇവൻ കേട്ടിട്ടുണ്ട്, ഇവൻ അറിയാം ഇതെല്ലാം. ഈ അറിവ് പ്രാപിച്ചവനായ ഇവൻ, ഇതെല്ലാം അറിയാവുന്നവനായ നീ ചെയ്യേണ്ടത് ചെയ്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം നിനക്ക് വിരോധമായി വന്നിരിക്കുന്നു എന്ന ഈ ഭാഗത്തു നിന്നും വ്യക്തമായി പറയുന്നത്. ഇവിടെ അവൻ്റെ മകനായ ബേൽശസ്സർ ഇതെല്ലാം നിനക്കറിയാമായിരുന്നിട്ടും നീ നിന്റെ ഹൃദയത്തെ താഴ്ത്തിയില്ല. ദാനിയേൽ ആ ദേശത്തെ വലിയൊരു മനുഷ്യനായിരുന്നു. ബേൽശസ്സർ ദാനിയേലിനെ കുറിച്ച് വാസ്തവത്തിൽ കാര്യങ്ങൾ അറിയേണ്ടതായിരുന്നു. അവനതിന് വേണ്ടതായ പ്രാധാന്യത കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറിയത്തില്ലെന്നല്ല അർത്ഥം, അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവന് വേണ്ടതായ പ്രാധാന്യത ദാനിയേൽ അവന് കൊടുത്തിരുന്നില്ല. ദൈവഭക്തിയുള്ള വീട്ടിൽ ഒരു വ്യക്തി വളർന്നില്ലെങ്കിലും ദൈവത്തിന് സൃഷ്ടിയുടെ എല്ലാ മനുഷ്യനും ദൈവത്തെ അറിയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നെബൂഖദ്നേസറുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം തൻ്റെ ജീവിതം ചെയ്തൊക്കെ ഇവൻ കണ്ടവനായ ഇവൻ അതെങ്കിലും ഓർത്തിട്ട് ജീവിതത്തിൽ ദൈവത്തെ അറിയേണ്ടതായിരുന്നു. അവൻ തൻ്റെ പിതാവായ നെബൂഖദ്നേസർ സംഭവിച്ച സംഭവങ്ങൾ അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതിനെക്കുറിച്ച് അറിയാവുന്നവനായ ഇവൻ അതറിഞ്ഞിട്ടും അതിന് വേണ്ടെന്നുള്ളതായ പ്രാധാന്യം കൊടുക്കുകയോ ആ നില ജീവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് 22-ാമത്തെ വാക്യത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് 23-ാമത്തെ വാക്യം വളരെ ശക്തമേറിയ ഒരു വാക്യമാണ്. 23-ാമത്തെ വാക്യം പറയുന്നു, തന്നെത്താൻ ഉയർത്തി. ശ്രദ്ധിക്കണം, നീ നിന്റെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ നീ ഉയർത്തി. നിന്റെ വല്യപ്പച്ചൻ്റെ മുമ്പിൽ അദ്ദേഹം ഇതുപോലെ നോക്കി അവസാനം ദൈവസന്നിധിയിൽ താഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിന് വിടുതൽ ലഭിച്ചു. നീ ഇത് കണ്ടതാണ്. അങ്ങനെ ഉള്ളപ്പോൾ നീ ഇവിടെ ചെയ്തത് കർത്താവിൻ്റെ നാമത്തെ താഴ്ത്താവുന്നതിന് പരമാവധി താഴ്ത്തി. എന്നിട്ട് നീ ഉയർത്തി. ഏതിനെ ഉയർത്തി? ആലയത്തിലെ പാത്രങ്ങളെ കൊണ്ടുവന്ന് നീ അനാവശ്യമായി ഉപയോഗിച്ചു. അതുമാത്രമല്ല, നീ ഈ നിലയിൽ ചില ലോകങ്ങൾക്കുണ്ടാക്കിയ ദേവന്മാരുടെ മുൻപിൽ അതിനെ സ്തുതിച്ചു. അപ്പം ഇതൊക്കെ ചെയ്തത് എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ എടുത്തു പറയുകയാണ്. നിന്റെ എല്ലാ വഴികളിലും വഴികളുടെ ഉടമസ്ഥനായ ദൈവത്തെ നീ മഹത്വപ്പെടുത്തിയില്ല. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് രാത്രി നിർത്താം. 23-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ ശ്വാസത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന, നിങ്ങളുടെ എല്ലാ വഴികളുടെയും ഉടമസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാക്യമാണ്. കാരണം ഈ നിലയിൽ നിന്റെ ശ്വാസം ആരുടെ കയ്യിലാണ്? നിന്റെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിന്റെ എല്ലാ വഴികളെയും നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഉടമസ്ഥനായ ഒരു ദൈവത്തെ നീ മറന്നു എന്നാണ് ഈ ഭാഗം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ന്യായവിധിയെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാത്രിയുടെ വാക്കോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ്റെ വല്യപ്പച്ചൻ്റെയും മറ്റേയും ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടിട്ടും
ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവൻ കൊടുത്തില്ല. ദൈവത്തെ താഴ്ത്താവുന്നൊരു പരമാവധി താഴ്ത്തി ദൈവാലയത്തിലെ പൊൻപാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വിവിധ ലോകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദൈവത്തിന് മുമ്പിൽ താണ് അവൻ ദൈവത്തിൻ്റെ കരം അവന് വിരോധമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം ദൈവത്തിന് തന്നെ കൊടുക്കണം. മറ്റൊന്ന്, അവൻ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതവൻ മനസ്സിലാക്കിയില്ല. അവൻ്റെ എല്ലാ വഴികളെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന് മനസ്സിലായില്ല. അവിടെ എന്നെ കേൾക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയും ദൈവം പഠിക്കാൻ പറ്റുന്നവർ പറയട്ടെ, നമ്മുടെ ശ്വാസം, നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. 2, നമ്മുടെ വഴികളെയൊക്കെ നിയന്ത്രിക്കുകയും വഴികളെ തുറക്കുകയും വഴികളെ അടയ്ക്കുകയും നമുക്ക് വേണ്ടി പാതകൾ തുറക്കാൻ അധികാരമുള്ളത് നമ്മുടെ കർത്താവാണ് എന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറഞ്ഞു നിർത്തിക്കൊള്ളട്ടെ. എന്നെ കേൾക്കുന്നവരാരെങ്കിലും വഴി അടയപ്പെട്ടു, വഴി തുറക്കുന്നില്ല, എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ വഴിയുടെ കരം വഴി തുറക്കുവാൻ കഴിവുള്ളവൻ, നിന്റെ വഴിയെ നേരെയാക്കാൻ കഴിവുള്ളവൻ, അതിനെ തുറക്കുവാനും അടയ്ക്കുവാനും കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ് ആ വഴിയുടെ മേൽ അധികാരമുള്ളവൻ, മറ്റാരുമല്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ എന്ത് വിഷയമായാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ ദൈവജനം നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനത് നിവർത്തിക്കും എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ രാത്രിയിൽ നീ പ്രതീക്ഷിക്കുന്ന നിന്റെ വഴികൾ എന്തെല്ലാമായിരുന്നാലും അതെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുക. ദൈവം അത് നിവർത്തിച്ച് അനുഗ്രഹമാക്കി തീർക്കും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കാം. അതിന് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കേണ്ട പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.